പക്ഷേ പേരാമ്പ്രയിൽ 16-കാരനെ തട്ടിക്കൊണ്ടുപോയി, 16 വയസ്സുള്ള വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കിയ കേസിൽ 4 പേര് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അതിലൊന്ന് ഈ തട്ടിക്കൊണ്ടുപോയ ആളെന്ന് പറയുന്നത് പിന്നെ അയാളുടെ മകളെ ആയിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് പറയുന്നത് പോലീസ്. 4 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് മലബാർ അങ്ങോട്ടുള്ള ഒരു മേഖല കേന്ദ്രീകരിച്ച് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. സ്ഥിരം പരിപാടിയാണ് ആളുകളെ തട്ടിക്കൊണ്ടുപോവുക. നേരെ ഒന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ആളുകളെ എടുക്കുക, തൂക്കിയെടുക്കുക, വണ്ടിക്കകത്ത് ഇടുക, കൊണ്ടുപോവുക. അതൊന്ന് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പിന്നെ ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട്. അതും പോരാഞ്ഞിട്ട് ഈ കുഴൽപ്പണ ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ട ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ ഇങ്ങനെ നടക്കാറുണ്ട്. നിപ്പിന് ആളെ കാണാതാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വ്യത്യസ്തമായിട്ടുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ 16-കാരൻ്റെ മിസ്സിംഗ് കേസ്. പേരാമ്പ്രയിൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. 16 വയസ്സേ ഉള്ളൂ, +1 വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ കുട്ടി പേരാമ്പ്രയിൽ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി, സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ ബസ് കയറാൻ എത്തിയതാണ്. ബസ് കയറാൻ എത്തിയ ഈ വിദ്യാർത്ഥിയെ ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറിലെത്തിയ സംഘം, അതായത് കുറ്റ്യാടി സ്വദേശികളായിട്ടുള്ള മുനീർ, മുഫീദ്, മുബഷീർ, പിന്നെ നാദാപുരം സ്വദേശി ജുനൈദ്, ഇങ്ങനെ 4 അംഗ സംഘം ചേർന്ന് ചുവന്ന സ്വിഫ്റ്റ് കാറിലെത്തി ഈ കുട്ടിയെ പിടിച്ച് വണ്ടിക്കകത്തിട്ട് ഇവർ കുറ്റ്യാടിക്ക് കൊണ്ടുപോയി. പേരാമ്പ്രയിൽ നിന്ന് കുറ്റ്യാടിക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോകുന്ന വഴിയിലെല്ലാം ഇയാൾക്ക് വിചാരണയുണ്ടായിരുന്നു. കാറിനുള്ളിൽ വിചാരണ നടത്തി മർദ്ദനം കൊടുത്തു, മർദ്ദിച്ചു. പിന്നെ കുറ്റ്യാടിയിലെ വീട്ടിലെത്തിച്ചും മർദ്ദിച്ചു. അവിടെ കമ്പി വടി ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കഴുത്തിൽ പിന്നെ അമർത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് FIRലെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കാറിലിട്ട് അടിവയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിച്ചു എന്നുള്ള കാര്യമുണ്ട്. പിന്നെ നെഞ്ചിലും ശരീരത്തുമൊക്കെ ചവിട്ടി ചതച്ച പാടുകൾ ഈ കുട്ടിക്കുണ്ട്. അപ്പോൾ ഈ വിചാരണ എന്തിൻ്റെതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സംഘത്തിലെ ഒരാളുടെ മകളുമായി ഈ കുട്ടി പ്രണയത്തിലാണ്. ഈ 16-കാരൻ പ്രണയത്തിലാണ്. ഈ 16-കാരൻ പ്രണയത്തിലായ വിഷയം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അറിഞ്ഞു. അങ്ങനെയാണ് ഈ ആക്രമണം ഇവർ നടത്തുന്നത്. ഇതിൽ 4 പേരെയാണ് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് ഈ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 4 അംഗ സംഘം മാത്രമല്ല, ഇനിയും ആളുകൾ ഈ കേസിൽ 10-ൽ താഴെ ആളുകൾ ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ് പേരാമ്പ്ര പോലീസ് പറയുന്നത്. ഈ 4 പേര് ചെയ്തൊരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു. ഇത് കഴിഞ്ഞ ജനുവരി 11-ാം തീയതിയാണ് സംഭവിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടി ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ഇതിൻ്റെ പരാതി ആശുപത്രിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ആക്ഷൻ എടുക്കുകയും FIR ഇടുകയും ചെയ്യുകയുണ്ടായി. പോലീസ് FIR ഇടുന്നു എന്നറിഞ്ഞ ഈ 4 പേരും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു. ഹൈക്കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകി, മുൻകൂർ ജാമ്യാപേക്ഷ. ഹൈക്കോടതി അത് തള്ളി. ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഹൈക്കോടതി ഒരു നിർദ്ദേശം കൂടെ നൽകി, നിങ്ങൾ ഉടനടി, അതായത് 24 മണിക്കൂറിനകം പേരാമ്പ്ര പോലീസിൽ നിങ്ങൾ ഹാജരായിരിക്കണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ 4 പേരും പേരാമ്പ്ര പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത്. ഇവരെ 4 പേരുടെയും മെഡിക്കൽ എടുത്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പേര് ഈ സംഘത്തിലുണ്ട്. കുട്ടിക്ക് അറിയാവുന്നത് ഈ 4 പേരെയാണ്. ഈ 4 പേരെ കുട്ടി കാറിൽ കണ്ട ഈ 4 പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീട്ടിലെത്തിച്ച് മർദ്ദിച്ച ബാക്കിയുള്ളവരെ കണ്ടാൽ അറിയാവുന്നവർ എന്ന പേരിലാണ് അവിടെ FIRൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്തി അവരെ പിടികൂടി ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തി അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിൻ്റെ നിലവിലെ തീരുമാനം. അപ്പം സ്കൂൾ കുട്ടികൾ സാധാരണ ഈ പറയുന്ന പോലെ ടീനേജ് പ്രായത്തിൽ പ്രണയമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു 16-കാരനെ പോലും തട്ടിക്കൊണ്ടുപോവുക, മർദ്ദിക്കുക, കമ്പി വടി ഉപയോഗിച്ച് ഒരു കുട്ടിയെ മർദ്ദിക്കുക എന്ന രീതിയിലുള്ള ഒരു ക്രൈം ആക്ടിവിറ്റിയാണ്. എന്താ പറയുന്നത്, പ്രാകൃതമായ രീതികൾ, കാടത്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹി കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്തവർക്ക് പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നിയമത്തിന്റെ കുരുക്കിൽപ്പെടുത്തി അത്തരം കേസുകളെ കുഴപ്പത്തിൽപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഡൽഹി കോടതിയുടെ ഒരു നിർദ്ദേശം
ഒരു കേസിൽ വന്നത്. ആ കേസ് എന്ന് പറയുന്നത് ഒരു 17 വയസ്സുകാരൻ 12 വയസ്സുകാരിയുമായി ഒളിച്ചോടി കളഞ്ഞു ഈ പെൺകുട്ടിയുമായി. ആ കേസിൽ ഈ 17 വയസ്സുകാരന് നേരെ പോലീസ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനും അതുപോലെ തന്നെ ഈ പോക്സോ കേസും ചുമത്തുകയുണ്ടായി. അപ്പോൾ ഇവർ രണ്ടുപേരും മൈനർ ആയതുകൊണ്ട് കോടതിയിലേക്ക് എത്തിയപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശമാണ് അവർക്ക് പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രണയത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നിയമത്തിൻ്റെ കുരുക്കിൽ നിങ്ങൾ പെടുത്താൻ പാടില്ല എന്ന് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിൻ്റെ വിവരം ഇപ്പോൾ ഇവിടെ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ മണിക്കൂറുകളോളം മർദ്ദിച്ചു എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ വൈകുന്നേരം വരെയും മർദ്ദിച്ചു. എനിക്ക് തോന്നുന്നു പരാതി വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊരു പ്രണയ കുരുക്ക് കേസായതുകൊണ്ട് ഈ ആൺകുട്ടിയുടെ വീട്ടിലും ഒരു ഈ പറയുന്ന പോലെ ഒരു പുറത്തിറങ്ങി ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ള ചിന്തയായിരിക്കാം ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ പോയി പോലീസിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻറ്റിമേഷൻ പോലീസിന് പോയി. ഇത്തരത്തിലൊരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും പോലീസ് മൈനറായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് പെട്ടെന്നുടനെ ആക്ഷൻ എടുത്തു. കടുത്ത വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോയതിനും അതുപോലെ തന്നെ സംഘം ചേർന്ന് മർദ്ദിച്ചതിനും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നേരെയുള്ള കയ്യേറ്റത്തിനുമൊക്കെയുള്ള കേസാണ് പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പോലും നിൽക്കാത്ത സംഭവം ഉണ്ടായത്. സാധാരണഗതിയിൽ ഈ പെൺകുട്ടിയുടെ ആങ്ങളമാരാണ് ഇത്തരം കർമ്മങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. പെൺകുട്ടിക്ക് ആങ്ങളമാരുണ്ടെങ്കിൽ ആങ്ങളെയും ആങ്ങളുടെ കുറച്ച് കൂട്ടുകാർ സുഹൃത്തുക്കളും ചേർന്ന് ഈ പറയുന്ന കാമുകനെ തല്ലിച്ചതയ്ക്കുക എന്നുള്ളതാണ് ഈ കലാപരിപാടിയിലെ സാധാരണ പങ്കെടുക്കുന്ന കഥാപാത്രങ്ങൾ, കലാകാരന്മാർ. ഈ കലാകാരന്മാർ അങ്ങനെയാണ് സാധാരണ ഉള്ളത്. ഇതിപ്പോൾ പ്രായമുള്ള കലാകാരന്മാർ ഈ വിഷയത്തിൽ വന്ന് തലവെച്ച് ഇടപെട്ടിരിക്കുന്നു. ഇതിലെ എല്ലാവർക്കും 45 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 45-ഉം 50-ഉം വയസ്സ് പ്രായമുള്ളവരാണ് ഒരു 16-കാരനെ പിടിച്ചുകൊണ്ടുപോയി ഇടിച്ചത്. അപ്പം ഇടിച്ചത് മാത്രമല്ല, വിചാരണ നടത്തുകയും ചെയ്തു. എന്നേക്കുമായി ഇനി ഈ പെൺകുട്ടിയെ കാണാൻ പാടില്ല എന്നും വീട്ടിൽ പോയി മാതാപിതാക്കളോട് സ്കൂളിൽ നിന്ന്, അതായത് പഠിക്കുന്ന സ്കൂളിൽ നിന്നും തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെടണമെന്നും ടി സി വാങ്ങിച്ച് പൊക്കോണമെന്നും ഈ കുട്ടിയെ കൊണ്ട് അവിടെ നിർത്തി ഉറപ്പ് പറയിച്ചു. ഷർട്ട് ഊരി ഇടിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഒരു മൊഴി. അതായത് ഉടുപ്പ് ഊരി മാറ്റി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതിലെ ഒരു മൊഴി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചതവുണ്ടാകാതിരിക്കാൻ വേണ്ടി തുണി കെട്ടി ഇടിക്കാറുണ്ട്. ശരീരത്തിൽ ചതവ് ഉണ്ടാകില്ല. മർദ്ദനത്തിൻ്റെ പാട്, അതായത് ഈ കൈകൊണ്ടുള്ള മർദ്ദനമാണെങ്കിലും തടിയോ വടിയോ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചാലും ശരീരത്തിൽ അതിൻ്റെ പാട് കാണാൻ സാധിക്കും, നേരിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ തുണി കെട്ടി ഇടിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൽ പാടുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് എങ്ങനെ മർദ്ദിച്ചാലും കുട്ടിയായതുകൊണ്ട് കേസ് കിടക്കും. ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല. 18 വയസ്സിന് താഴെയാണ് പ്രായമെന്നുള്ളത് ഈ മണ്ടന്മാർക്ക് അറിയില്ല. ഇപ്പോൾ പെൺകുട്ടിയുമായി പ്രണയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രണയത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പെൺകുട്ടി മാറാൻ ശ്രമിക്കുമ്പോഴും ഈ കുട്ടി അതിനെ ശല്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പിടിച്ച് ഉപദേശിക്കുകയാണ് വേണ്ടത്. നല്ല സ്കൂളിൽ അറിയിച്ച് സ്കൂളിലെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ്. ഇത് തട്ടിക്കൊണ്ടുപോകാൻ ഇതെന്താണിത്? ഇവിടെ എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏത് രാജ്യം എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വർണം കടത്തലും സ്വർണം പൊട്ടിക്കലും ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നടക്കുന്ന ഒരു ഏർപ്പാടാണിത്. ഇതിപ്പം നാട്ടിൽ ഈ പറയുന്ന പോലെ എല്ലാവരും ഉത്തരേന്ത്യയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ അപ്പുറമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു പരിധിയില്ല, ഒരു നിയന്ത്രണവും ഇല്ല. ആരും ആരെയും എന്തും ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ പുതിയ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രൈം കേസുകളാണ് വന്ന് കയറുന്നത്. നമുക്കാണെങ്കിൽ കുറ്റകൃത്യം പറയാതിരിക്കേണ്ടത് ഒരു മാർഗവും ഇല്ല. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ദിവസം ഈ കേസ് മുങ്ങിയിരിക്കുമായിരുന്നു. പോലീസ് ഈ വിവരം പുറത്തുവിട്ടില്ല. ഇപ്പോഴും ബാക്കിയുള്ളവരുടെ പേരുവിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ 4 പേരിൽ നിന്നും ബാക്കിയുള്ളവരുടെ പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുറത്തുവിട്ട് കഴിഞ്ഞുള്ള പ്രശ്നം അവന്മാർ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പോൾ അവന്മാരെ ആരും അറിയാതെ എങ്ങോട്ട് വേണമെങ്കിലും മുങ്ങാമല്ലോ, കടൽ കടന്ന് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും മുങ്ങാനുള്ള സാധ്യതയും പറയാൻ പറ്റില്ല. പാസ്പോർട്ട് ഉള്ളവനാണെങ്കിൽ കയറി മുങ്ങിക്കളയും, ഏതെങ്കിലും രാജ്യത്ത് പോക്കളയും. പിന്നെ അവനെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ള
അവനവസാനം ഈ നോട്ടീസ് പുറപ്പെടുവിച്ചവനെ കൊണ്ടുവരേണ്ടി വരും. ഇന്റർപോളൊക്കെ ഇടപെടേണ്ടി വരും. അത്തരം കേസുകൾ നാട്ടിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ധാരാളം കിടപ്പുണ്ട് താനും. അപ്പോൾ ഇതാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ കുട്ടി ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദേഹമാസകലം പരിക്കേറ്റത് കൊണ്ട് പരിക്കായിരുന്നു. അതെ, മണിക്കൂറുകളോളമുള്ള, ഞാൻ പറഞ്ഞില്ലേ 4 മണിക്കൂറോളം ഈ കുട്ടി അവർ ഉപദ്രവിച്ചു. ഈ പ്രതികളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. നല്ല ആരോഗ്യമുള്ളവരാണ്. ചെറിയ കുട്ടിയൊക്കെയാണ് ഇങ്ങനെ ചെറിയ കുട്ടിയാണ് എടുത്തിട്ട് ഇടിച്ചത്. തിരിച്ചതുപോലെ കൊടുക്കണം, അല്ല കേസ് ഘടിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ നാട്ടിൽ ലോ ആൻഡ് ഓർഡർ തകർന്നു പോകും. ക്രമസമാധാനം എന്നേക്കുമായി ഇല്ലാതായിപ്പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുക, അതാണ് വേണ്ടുന്നത്. ശരി, എന്നാൽ പിന്നെ അത് മതി. ശരി.